ഈ ലോകത്ത് കുഴിമടിയന്മാരെന്ന് പേരുകേട്ട ജീവികൾ അനവധിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്ലോത്ത്, പാണ്ട തുടങ്ങിയ ജീവികൾ. എന്നാൽ ഏറ്റവും വലിയൊരു കുഴിമടിയനുണ്ട്, കൊയാല എന്ന് പറയും. ഈ ജീവി ദിവസത്തിൽ 18 മുതൽ 22 മണിക്കൂർ വരെയാണ് ഉറങ്ങുന്നത്. അഥവാ ഉണർന്നാൽ തന്നെ അതിൻ്റെ ആകെയുള്ള ജോലി ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമാണ്. ഇപ്പോൾ ഈ കൊയാല വാർത്താമാധ്യമങ്ങളിൽ ഇടം നേടാൻ കാരണം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഈ കൊയാലകളോട് ചെയ്ത ഒരു ക്രൂരതയാണ് കൊയാല വാർത്തകളിൽ ഇടം നേടാൻ കാരണം. നമുക്കറിയാം, സ്വാഭാവികമായി ഓസ്ട്രേലിയ എന്ന ഭൂപ്രദേശം വളരെ വലുതാണ്. ഒരുപക്ഷെ ജനസംഖ്യ കുറവെങ്കിലും ഇന്ത്യയുടെ ഇരട്ടിയിലേറെ വലിപ്പമുള്ള ഒരു ഭൂഖണ്ഡവും രാജ്യവും കൂടിയാണ് ഓസ്ട്രേലിയ. ഈ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത, മനുഷ്യരുടെ എണ്ണത്തേക്കാൾ മൃഗങ്ങളുണ്ട്. വളരെ പരിസ്ഥിതിപരമായി വളരെ വൈവിധ്യമുള്ളൊരു നാടാണ് ഓസ്ട്രേലിയ. വളരെ അപൂർവമായ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഈ കൊയാലകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഓസ്ട്രേലിയക്കാർക്ക് കങ്കാരു എന്നതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ മറ്റൊരു പ്രതീകമായി മാറിയ ഒരു ജീവിയാണ് കൊയാലകൾ. ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് 20 വർഷമാണ്. ഇതും സഞ്ചി മൃഗം എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഇവ. ഇതിനെ കണ്ടാൽ നല്ല ഓമനത്വമുള്ള ഒരു മൃഗമാണ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ സർക്കാർ ഈ മൃഗങ്ങളോട് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരത എന്താണെന്ന് വെച്ചാൽ 700ഓളം കൊയാലകളെ അവർ ഹെലികോപ്റ്ററുകളിൽ നിന്ന് വെടിവെച്ചു കൊന്നു എന്നതാണ്. ഓസ്ട്രേലിയയിൽ കാട്ടുതീ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ വരുമ്പോൾ കൊയാലകൾ വളരെ ഭീഷണി നേരിടുന്ന ഒരു ജീവിയും കൂടിയാണ്. ഒരുപാട് കൊയാലകൾ കാട്ടുതീയിൽ മരിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയക്കാർ ഒരുപക്ഷെ പറയുന്ന ന്യായം എന്താണെന്ന് പറഞ്ഞാൽ, അവർ യൂക്കാലിപ്സ് പ്ലാന്റേഷനുകളെ നശിപ്പിക്കുന്നു എന്നാണ് ഓസ്ട്രേലിയൻ സർക്കാർ പറയുന്നത്. കാരണം ഈ കൊയാലകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് യൂക്കാലിപ്സിൻ്റെ ഇലയാണ്. ഒരു കൊയാല ഒരു ദിവസം 1 കിലോ ഇല അകത്താക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കൊയാലകൾ യൂക്കാലിപ്സ് പ്ലാന്റേഷനുകളെ നശിപ്പിക്കുന്നത് കൊണ്ട് ആണ് അവർ ഇത്രയും വലിയ ഒരു എണ്ണം കൊയാലകളെ വെടിവെച്ച് കൊന്നത്. ഇവ യൂക്കാലി മരക്കൊമ്പുകളിലാണ് പ്രധാനമായും വസിക്കുന്നത്. യൂക്കാലി ഇലകൾ അവ കഴിക്കാൻ കാരണം അവ ദഹിക്കാൻ പാടുള്ളതാണ്. മാത്രമല്ല, അതിനത്ര പോഷകങ്ങളുമില്ല. ഇവ ദഹിക്കാനായി ഒരുപാട് പണിയെടുക്കേണ്ടി വരും കൊയാലകളുടെ ദഹന വ്യവസ്ഥയ്ക്ക്. അതുകൊണ്ടാണ് ഇവ സുഖമായി ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗവും കിടന്നുറങ്ങുന്നത്. ഒരിക്കൽ ഇതുപോലെ ഓസ്ട്രേലിയയിൽ സംഭവിച്ച ഒരു കാട്ടുതീയിൽ 60,000-ലേറെ കൊയാലകളാണ് വെന്തു മരിച്ചത്. 41,000 കൊയാലകൾ കങ്കാരു ഐലൻഡ് എന്ന പ്രദേശത്ത് മാത്രം കൊല്ലപ്പെട്ടു. എന്നിട്ടും ഇത്രയും വംശനാശ ഭീഷണി, അതായത് ഇത്രയും പാരിസ്ഥിതികമായ ഭീഷണികളെ നേരിടുന്ന ഈ ജീവിയെ കൊന്നത് എന്തിന് എന്നാണ് പരിസ്ഥിതി സ്നേഹികളും എല്ലാവരും ചോദിക്കുന്നത്. ഇവയ്ക്ക് 1 അടി വരെ പൊക്കവും 14 കിലോ വരെ ഭാരവുമാണ് ഉള്ളത്. കാരണം ഇവയ്ക്ക് ഒരു സോഷ്യലായിട്ട് പരസ്പരം ഇടപഴകുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. കാരണം 22 മണിക്കൂറും ഒരു ദിവസത്തിൻ്റെ 22 മണിക്കൂറും ഇവ ഉറങ്ങുകയാണല്ലോ ചെയ്യുന്നത്. ചില കഴുകന്മാരും മൂങ്ങകളും ഒക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാറുണ്ട് എന്നല്ലാതെ ഇതിനധികം ഇരപിടിയന്മാരിൽ നിന്നുള്ള ശല്യമൊന്നും നേരിടേണ്ടി വരുന്നില്ല. പ്രധാനപ്പെട്ട ഒരു ശല്യം മനുഷ്യർ തന്നെയാണ്. കാരണം ഇതിൻ്റെ രോമാവൃതമായ തോലാണല്ലോ. അതിനുവേണ്ടി ഇവയെ പണ്ട് കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഇവയെ വേട്ടയാടുന്നവരുണ്ട്. അതിനൊക്കെ ഇടയ്ക്കാണ് ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ ഈ വലിയ ക്രൂരത ചർച്ചാ വിഷയമായിരിക്കുന്നത്.